നമ്മുടെ നാട്ടിൽ എപ്പോഴും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഒറിജിനലിന് വരുന്ന ഡ്യൂപ്ലിക്കേറ്റ്സ് അല്ലേ? കറക്റ്റ് അല്ലേ പറയുന്നത്? കാരണം നമുക്ക് മുല്ലമാലയിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറക്കിയപ്പോൾ, അതായത് നമ്മൾ ജാസ്മിൻ ബഡ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് കിട്ടിയപ്പോൾ എന്തോരം ഓർഡേഴ്സ് അല്ലേ കിട്ടിയത്. അപ്പോൾ വിഷുക്കാലം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇറക്കിയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ കണിക്കൊന്നയാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരാഴ്ച മുമ്പ് ഇട്ട വീഡിയോസാണ്. ഇതിന് ശേഷം ഏകദേശം 500-ന് മുകളിൽ പീസ് കണിക്കൊന്ന എൻ്റെ നിന്ന് സെയിലായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് ഈ ഒരു ഐറ്റം എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്, മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആൾക്കാർ വാങ്ങിക്കുമെന്നുള്ളത്. മെയിനായിട്ട് ഈ ഓഫീസുകളിൽ, അതുപോലെ തന്നെ പുറത്തോട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പുറത്തോട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്തിനകത്തുള്ള തന്നെ കുറേ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരൊറ്റ ബഞ്ചായിട്ടാണ് കൊടുക്കുന്നതെന്ന്. അല്ലാതെ ഇതാണ് സിംഗിൾ പീസ് എന്ന് പറയുന്നത്. സിംഗിൾ പീസായിട്ട് വാങ്ങിച്ചവരും ഉണ്ട്, അതുപോലെ തന്നെ 2, 3, 10, 100 വാങ്ങിച്ചില്ല കേട്ടോ, 250 പീസായിട്ട് വാങ്ങിച്ചവരും ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാം കേട്ടോ. ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഇട്ടു. ഇതാണ് അപ്പോൾ സിംഗിൾ പീസ് എന്ന് പറയണത്. ഒരു കണിക്കൊന്നയിൽ 3 ബ്രാഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ.